ആത്മീയമായും ഭൗതികമായും നാം അനുഗ്രഹിക്കപ്പെടണം. ഒരു വശം മാത്രമല്ല. ഒരു ദോശ ചുട്ടാൽ, ഒരപ്പം ചുട്ടാൽ അതിൻ്റെ ഇരുവശവും വേഗണം. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. നമ്മുടെ ആത്മീയ ജീവിതം മാത്രം പോരാ, നമുക്ക് ഭൗതിക ജീവിതത്തിലും നന്മകൾ വേണം. എന്നാൽ ഭൗതിക ജീവിതത്തിൽ മാത്രം നന്മകൾ പോരാ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തീർച്ചയായും നന്മകൾ, അനുഗ്രഹങ്ങൾ, ദൈവിക കൃപകൾ നാം പ്രാപിക്കണം. എന്താണ് ആത്മീയ ജീവിതത്തിലെ നന്മകൾ? ഒന്നാമത്തെ നന്മ, ഒന്നാമത്തെ അനുഗ്രഹം അത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൻ്റെ അവകാശം ലഭിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ രക്ഷാവാചകം നാം ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടുകൊണ്ട് യേശുവിനോട് ഉടമ്പടി ചെയ്യുക. എ കവനൻ, കവനൻ ഒരു ഉടമ്പടി, ഒരു ഉടമ്പടിയുടെ ബന്ധം, ക്രിസ്തുവുമായി ഒരു ഉടമ്പടിയുടെ ബന്ധം. കർത്താവിനെ സ്തോത്രം. ആ ബന്ധമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം. ആ ബന്ധം തുടങ്ങുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായി വർഷങ്ങളായി പിതാക്കന്മാരുടെ കാലം മുതൽ ക്രിസ്ത്യാനികളല്ലേ? അതൊക്കെ ശരിയാണ് പറയാം. പക്ഷേ മോനെ, നീ വ്യക്തിപരമായി കർത്താവായ യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവും നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്റെ ഉടയവനുമായി നിനക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തിയ യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നീ ഹൃദയാത്മന നീ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നീ ഒരു ദൈവവേദലാവുന്നുള്ളൂ, യഥാർത്ഥ ക്രിസ്ത്യാനിയാവുന്നുള്ളൂ.